നമസ്കാരം, ഞാൻ പരമേശ്വര ബുദ്രി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിഷുവിൻ്റെ തലേന്ന് നടന്നതായിട്ടുള്ള സംഭവം. കുറച്ചു കാലമായി അത്. ഭഗവാൻ എനിക്ക് പുനർജന്മം തന്നതായിട്ടുള്ള ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് തന്നെ. അത്രയേറെ പ്രാധാന്യമുണ്ട് ആ നടന്ന സംഭവത്തിന് തന്നെ. അതായത് ഒരു വിഷുവിൻ്റെ തലേ ദിവസമാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ കാര്യത്തിലൂടെ തന്നെ നമുക്കൊരു കാര്യം ബോധ്യമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണം. അതായത് നമ്മളുടെ കുടുംബത്ത് നമ്മൾ വളർത്തുന്നതായിട്ടുള്ള ഉത്തമ വൃക്ഷങ്ങളും നമ്മൾ വളർത്തുന്നതായിട്ടുള്ള മൃഗങ്ങളും ഒക്കെ നമ്മളുടെ ദുരിതങ്ങളെ കാക്കും എന്നല്ലേ പറയുക. അങ്ങനെയാണോ പഴമക്കാർ പറയാറുള്ളത് തന്നെ. അപ്പം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അനുഭവം എനിക്ക് വന്നു ചേർന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷുവിൻ്റെ തലേന്ന് എപ്പോഴും ഒരു 9 മണിയൊക്കെ ആവും ഇല്ലത്തെ രാത്രി എത്തുമ്പോൾ തന്നെ, പലവിധ തിരക്കുകൾ കൊണ്ട്. ഇല്ലത്ത് വരുമ്പോഴാവും അമ്മയും ഓപ്പളൊക്കെ ആരെങ്കിലും പറയും, കൊന്നപ്പൂ കിട്ടിയിട്ടില്ല, ചക്ക കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെ കണി കാണാനേ. ഇപ്പം ഈ കൊന്നപ്പൂവൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ കണി കാണുന്നത് തന്നെ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല അല്ലേ. അപ്പോൾ കൊന്നപ്പൂവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇല്ലത്തിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, കമ്മിറ്റിക്കാരൊക്കെ അത്യാവശ്യം പരിചയമുള്ളത് കൊണ്ട് അവരോട് ചോദിക്കും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരെന്തായാലും കുറച്ച് കൊന്നപ്പൂ നമുക്ക് മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ കൊന്നപ്പൂവൊക്കെ ലഭിക്കും. അപ്പം അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കണിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഉരുളി വേണമല്ലോ. അപ്പം ഈ ഉരുളിക്ക് വേണ്ടിയിട്ട് ഈ സ്ലാബിൻ്റെ മുകളിലൊക്കെ ആവും ഈ ആവശ്യം കഴിഞ്ഞാൽ ഉരുളി കയറ്റി വെക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ ഉരുളി എടുക്കാൻ വേണ്ടിയിട്ട് ഈ അലൂമിനിയത്തിൻ്റെ ഒരു കോണിയുണ്ട്. അപ്പോൾ ആ അലൂമിനിയത്തിൻ്റെ കോണിയിൽ ഉരുളി എടുക്കാൻ വേണ്ടിയിട്ട് ആ കോണിപ്പുറത്ത് ഇങ്ങനെ മുകളിലേക്ക് ഒരു 4 സ്റ്റെപ്പ്, അത്രയേ ഉള്ളൂ. 4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ തന്നെ എൻ്റെ കൈ ആ ഉരുളി എടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് സാധിക്കുന്ന അർത്ഥം. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും അപ്പോൾ പറയാറുണ്ട് എലിയുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ. ഞാൻ ഈ ഉരുളി എടുത്ത് പൊക്കലും അതിൻ്റെ ഉള്ളിൽ നിന്നാണോ പുറമേ നിന്നാണോ എന്നൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല, നിശ്ചയമില്ല. ആ എലി എൻ്റെ മുഖത്തേക്ക്, എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഞാൻ ഈ കൈ ഇങ്ങനെ സ്ലാബിൽ ഇങ്ങനെ പിടിച്ചേക്കാണല്ലോ, കോണിയിൽ നിൽക്കണു. എൻ്റെ കൈയിൻ്റെ ബലം ഈ സ്ലാബിലാണ്. സ്ലാബിന് ഏകദേശം ഇത്ര തിക്കനസ് ആണല്ലോ ഉണ്ടാവുക. ഈ കൈ അങ്ങോട്ട് വിടുമല്ലോ. നമ്മൾ സ്വതവേ എല്ലാവരും ഒന്ന് പരിഭ്രമിക്കും. എൻ്റെ കൈ വിട്ടു. ഞാൻ പുറകിലേക്ക് അങ്ങോട്ട് വീഴുകയാണ്. പുറകിലേക്ക് വീഴുമ്പോഴുള്ള അവസ്ഥയാണ് ഏറ്റവും അതിഭീകരം. എൻ്റെ ഇടത്ത് വശത്ത് ഊണ് കഴിക്കുന്ന മേശയാണ്, അത് ചില്ലാണ്. ഒരു വശത്ത് അലമാരയും. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം തന്നെയുള്ളൂ. ഞാൻ അതിൻ്റെ കൃത്യം ഇടയിലേക്ക് തന്നെ അങ്ങോട്ട് വീണു. 1 സെക്കൻഡേ എടുത്തുള്ളൂ. ഇതെന്താ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. കോണിയിൽ കയറി പെട്ടെന്ന് ഇതിങ്ങനെ ഉരുളിയെടുത്ത് അങ്ങോട്ട് പൊക്കി, എലി അങ്ങോട്ട് ഓടി വന്നു, കൈ വിട്ടു, ദേ കിടക്കണു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടത്തേക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ചില്ല്, വലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അലമാര. ഗംഭീരായില്ലേ? അപ്പൊ ഇതിന്റെ ബോധ്യം പറയുന്നത്, ഈ സമയത്ത് ഇല്ലത്തെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിന്റെ ചക്ക കൃത്യമായിട്ട് ആ സമയത്ത്, ഞാൻ ഈ വീഴുന്ന സമയത്ത് തന്നെ ആ ചക്ക നിലത്ത് വീണിട്ട് അങ്ങോട്ട് ചെതറിയെന്നർത്ഥം. ഈ വീഴ്ചയിൽ ഞാൻ വേറൊരു ശബ്ദവും കൂടി കേട്ടു. ഞാൻ ഓപ്പളോട് ചോദിച്ചു, ഓപ്പളെ ഞാൻ വീണത് മാത്രമല്ലാണ്ട് വേറൊരു ശബ്ദം കൂടി കേട്ടുമല്ലോ, ഓപ്പള് കേട്ടോ? അപ്പോൾ ഓപ്പള് പറഞ്ഞു, ഓപ്പള അത്ര വലിയ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ മുറ്റത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചക്ക ഇങ്ങനെ ചതറി കിടക്കുകയാണ്. അതേപോലെ ചതറേണ്ടതായിരുന്നു ഞാൻ. എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു ഭീകരാവസ്ഥ എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ കാരണവന്മാർ പറയാറ് അല്ലേ, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുരിതങ്ങളെ ഉത്തമ വൃക്ഷങ്ങളും വളർത്തു മൃഗങ്ങളും ഒക്കെ കാക്കുന്ന. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബത്ത് ഉത്തമ വൃക്ഷങ്ങളും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വളർത്തു മൃഗങ്ങളും ഒക്കെ വളർത്തുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ചോറ്റാനിക്കര ഭഗവതിയുടെയും അയ്യപ്പസ്വാമിയുടെയും നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.